എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന തിരുവനന്തപുരത്ത് പൊറ്റയിൽ നമുക്ക് ഒരു നില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്റെ ബാക്കിൽ കാണുന്ന ഈ വീടാണ് നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ടെന്ന് നമുക്ക് 4.25 സെന്റ് വരുന്നുണ്ട്. 4.25 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് ആണ് വീട് വന്നിട്ട്. അതേപോലെ തന്നെ നമുക്ക് 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ആണ്. നമുക്ക് വലിയ ഹാള്, ഓപ്പൺ കിച്ചൺ, ഇത്രയാണ് നമുക്ക് ഈ വീടിന് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ 2 കാറുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ നമുക്ക് ബൈക്ക് വയ്ക്കാനുള്ള സ്പേസും ഉണ്ട്. അതേപോലെ നമുക്ക് കിണർ വരുന്നുണ്ട്, ലൈൻ പൈപ്പും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദർശനം വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പൊറ്റയിലാണ്. നമുക്ക് ഇവിടുന്ന് സിറ്റി പോകാൻ വേണ്ടി, പൊറ്റയിൽ നിന്നും സിറ്റി വരെ പോകാൻ വേണ്ടി, നമ്മളെ തിരുമല വരെ പോകാൻ വേണ്ടി നമുക്ക് 4 കിലോമീറ്ററാണ് വരുന്നത്. അതേപോലെ നമുക്ക് ഇവിടുന്ന് മലയങ്കിഴി വരെ പോകാൻ വേണ്ടി നമുക്ക് 1 കിലോമീറ്ററാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അതേപോലെ നമുക്ക് ഇവിടെ ഫ്രണ്ട് ഉപയോഗിച്ചിരിക്കുന്ന വുഡും കാര്യങ്ങളും ഫുൾ പ്ലാവാണ്. അതേപോലെ നമുക്ക് സ്ലൈഡിംഗ് ഗേറ്റാണ് നമുക്ക് വരുന്നത്. നമുക്കിവിടെ ഫ്രണ്ട് ഫുള്ളും പ്ലാവാണ്. നമുക്ക് ഡോറായിരുന്നാലും ജനലായിരുന്നാലും ഫ്രണ്ട് ഫുള്ളും പ്ലാവാണ്. അപ്പോൾ നമുക്കൊരു കണ്ടംപററി സ്റ്റൈലിലാണ് നമ്മളെ വീട് വന്നിട്ട്. അതേപോലെ നമുക്ക് ബാക്കി അകത്തെ ജനലായിരുന്നാലും ഡോറായിരുന്നാലും നമുക്ക് വരുന്ന മഹാഗണിയും ആഞ്ഞിലുമാണ് നമുക്ക് ബാക്കി വുഡിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏജ് വന്നിട്ട്. നമുക്ക് ഫ്രണ്ട് ഏജിൽ തന്നെ നമുക്ക് വലിയൊരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. നമുക്ക് 2 കാറുകളുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്ക് ബൈക്ക് വയ്ക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്ക് വാട്ടർ കണക്ഷൻ വന്നിട്ട് നമുക്ക് ലൈൻ പൈപ്പ് വലിച്ചിട്ടുണ്ട്. നമുക്ക് ലൈനിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിണറും വരുന്നുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ നമുക്ക് ചെടി നടാനുള്ള സ്പേസ് ഉണ്ട്. നല്ല രീതിയിൽ ചെടി നടാനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏജ് വന്നിട്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ സിറ്റ് ഔട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്പേസും കാര്യങ്ങളുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് ഗ്ലാഡിങ് ടെയിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സീലിംഗ് ജിക്സം ബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഡോർ വന്നിട്ട് പ്ലാവ് ഫുൾ പോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അകത്തോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോർ കാര്യങ്ങൾ വന്നിട്ട്. നമ്മൾ ഡോർ വന്നിട്ട് ഫുൾ പ്ലാവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ വന്നിട്ട് 18ക്ക് 14 നമ്മുടെ സൈസ് വരുന്നത് ഹാളിൻ്റെത്. നമുക്ക് TV സ്റ്റാൻഡ് വരുന്നത് നമുക്ക് ഈ സൈഡിലാണ് നമുക്ക് TV സ്റ്റാൻഡ് വരുന്നത്. നമുക്ക് സീലിംഗ് ഒക്കെ നമുക്ക് ജിക്സം ബോർഡും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഓപ്പൺ കിച്ചണാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. നമുക്ക് വാഷ് ബേസും കാര്യങ്ങളും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ 3 ബെഡ്റൂമും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളിലെ TV സ്റ്റാൻഡും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ TV സ്റ്റാൻഡും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ ഹാളിൽ നമുക്ക് 3 പാളിയുടെ 1 ജനലും വരുന്നുണ്ട്. 2 പാളിയുടെ 1 ജനലും വരുന്നുണ്ട്. നമുക്ക് ഹാളിൽ നിന്ന് നേരെ നമുക്ക് ഓപ്പൺ കിച്ചണാണ് വരുന്നത് കേട്ടോ. ഓപ്പൺ കിച്ചണുണ്ട്. നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വെളിയിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട്. നമുക്ക് കബോർഡും കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിലാണ് നമുക്ക് ജിക്സം വർക്കും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കബോർഡ് എല്ലാം വന്നിട്ട് ഹൈ ക്വാളിറ്റി പ്ലൈവുഡ് ഉപയോഗിച്ചാണ് കബോർഡ് എല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്ക് വെള്ളം നനഞ്ഞിരുന്നാലും ഒരു കേടും വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് വർക്ക് ഏരിയക്കുള്ള സ്പേസ് നമുക്ക് വെളിയിലുണ്ട്. നമുക്ക് വർക്ക് ഏരിയ നമുക്ക് വെളിയിൽ ചെയ്യാനുള്ള, അപ്പോൾ നമുക്ക് വർക്ക് ഏരിയക്കുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വർക്ക് ഏരിയ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് നനകല്ലും കാര്യങ്ങളും നമുക്ക് ബാക്കി വരുന്നുണ്ട്. നമുക്ക് വേസ്റ്റ് എത്തിക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് വന്നിട്ട്. നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ ഒരു വർക്ക് ഏരിയയും കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നല്ല രീതിയിൽ വർക്ക് ഏരിയയും കാര്യങ്ങളും ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ നമുക്ക് വാഷിംഗ് മെഷീന്റെ പോയിന്റ് വരുന്നത് നമുക്ക് സ്റ്റെയറിന്റെ അടിയിലാണ് നമുക്ക് വാഷിംഗ് മെഷീന്റെ പോയിന്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതേപോലെ നമുക്ക് നനകല്ലും കാര്യങ്ങളും നമുക്ക് സൈഡിൽ വരുന്നുണ്ട്. നമുക്ക് ഇത്രയും പോർഷനാണ് നമുക്ക് വർക്ക് ഏരിയക്കുള്ള പോർഷൻ. ഇവിടെ ഇത്രയാണ് നമുക്ക് വർക്ക് ഏരിയക്കുള്ള പോർഷൻ. നല്ലൊരു വലിയൊരു വർക്ക് ഏരിയ തന്നെ ഇവിടെ എടുക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഹാളിൽ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. ഇവിടെ വരുന്ന 13ക്ക് 10 നമുക്ക് ബെഡ്റൂം സൈസ് വരുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നമുക്ക് വലിയൊരു കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൽ വന്നിട്ട് 3 പാളിയുടെ 1 ജനലും വരുന്നുണ്ട്. 2 പാളിയുടെ 1 ജനലും വരുന്നുണ്ട്. നമുക്ക് AC-യുടെ പോയിന്റും കാര്യങ്ങളും നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വന്നിട്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. വാഷ്റൂമിൽ നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. അതേപോലെ നമുക്ക് ഫിറ്റിംഗ്സും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫുൾ സെറയാണ്. അപ്പോൾ നമ്മളിവിടെ ഫുൾ സെറയാണ്. അപ്പോൾ നമുക്കിവിടെ നല്ലൊരു സ്പേസും കാര്യങ്ങളുണ്ട് കേട്ടോ. വാഷ്റൂം എന്ന് പറഞ്ഞാൽ നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമിലത്തെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം. അത് കഴിഞ്ഞിട്ട് വരുന്നതിന് ശേഷം അപ്പോൾ നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. നമ്മുടെ ഹാളിൽ നിന്നും നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇത് നമുക്ക് 13ക്ക് 10 നമ്മുടെ സൈസ് വന്നിട്ട്. നമ്മുടെ റൂമിന്റെ സൈസ് വന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നമുക്ക് ഒരു 3 പാളിയുടെ 1 ജനലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 3 ബെഡ്റൂമിൽ നമുക്ക് AC-ക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫുൾ സെറയാണ് കേട്ടോ. ഇവിടെ ഫുൾ സെറയാണ്. അതേപോലെ നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഹാളിൽ നിന്ന് അടുത്ത് വരുന്ന 3ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ.
ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇതും നമുക്ക് 13x10 നമ്മളെ റൂം സൈസ് വരുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ ജനൽ വന്നിട്ട് പറഞ്ഞാൽ 3 പാളിയുടെ ഒരു ജനലും വരുന്നുണ്ട്, 2 പാളിയുടെ ഒരു ജനലും വരുന്നുണ്ട്. നമുക്ക് കബോർഡ് വന്നിട്ട് നമുക്ക് വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാത്റൂമിൽ വന്നിട്ട് നമുക്ക് ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ സെറയാണ്. നമുക്ക് വാഷ്റൂമിൽ അതേപോലെ നമുക്ക് നല്ല സ്പേസും കാര്യങ്ങളും കേട്ടോ. എല്ലാ 3 റൂമിലെ വാഷ്റൂമും നല്ല സ്പേസ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട് നല്ല സ്പേസ് ആണ് കേട്ടോ. അതേപോലെ ഫുൾ ഉപയോഗിക്കുന്ന സെറയാണ്. അതേപോലെ തന്നെ നമുക്ക് വാഷ്റൂമിൽ 3 വാഷ്റൂമിൽ നമ്മൾ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീട്ടിന്റെ അകത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ വെളിയിലോട്ട് പോകും. ബാക്കിൽ നിന്നാണ് നമുക്ക് സ്റ്റെയറും കാര്യങ്ങളും വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ടെറസും കാര്യങ്ങളും വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ് വന്നിട്ട്. നമുക്ക് ടെറസിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാങ്ക് എന്ന് പറഞ്ഞാൽ 750 ലിറ്ററിന്റെ ഒരു ടാങ്കാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതേപോലെ നമുക്ക് വലിയ ഫംഗ്ഷനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്.